10ാം ക്ലാസ് വരെ ഞാനിങ്ങനെ 2 വയസ്സും കെട്ടി കടന്നേരി ബസ്സിലൊക്കെ പോകും പിള്ളേരെ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കും സുഖമൊക്കെയാണ്. ഇന്ന് നോക്കിയേ, എൻ്റെ മുഖത്ത് ഞാൻ ഒരു സംഭവം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണെഴുതി പൊട്ടൊക്കെ തൊടാറുണ്ട്. ഇന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മിച്ചി എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാക്കും എന്നുള്ളത് എനിക്കറിയില്ല. മുൻപ് നമ്മൾ കുഞ്ഞിലെ നമ്മൾ ആദ്യമായിട്ട് ഒരുക്കി തന്നെ നമ്മുടെ അമ്മമാരാണല്ലോ. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഹെയർ സ്റ്റൈൽ ഇടും. പ്ലസ് ടു വരെ നിന്റെ തല വരെ കെട്ടി കൊടുത്തു. പ്ലസ് ടു വരെ ശരി, 10ാം ക്ലാസ് വരെ. പ്ലസ് ടു 2 വർഷം 2 വർഷം റിബൺ കെട്ടി അതൊക്കെ ചെയ്തതൊക്കെ അമ്മിച്ചി. അപ്പൊ ഇനിയിപ്പോ അത് കുറെ നാളുകൾക്ക് കുറെ വർഷമായില്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊന്ന് മേക്കപ്പ് കണ്ണെഴുതി തന്ന് പൊട്ടൊക്കെ തൊട്ട് ചെയ്ത് തന്നിട്ട് അപ്പൊ ഇന്ന് അമ്മിച്ചിയെ കൊണ്ട് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാലോ. എന്തായാലും വൃത്തികേടാവില്ല. മേക്കപ്പ് ചെയ്യാതെ കുട്ടാ എങ്ങനെ പൊട്ടുത്താ പൊട്ടുത്താ എങ്ങനെ പമ്പറിടാ പൊത്ത് പൗഡർ ഇട്. ആദ്യത്തിന് കണ്ണെഴുതി തന്നെ അങ്ങനെ പൊട്ടുത്തന്നെ കണ്ണെഴുതണ എങ്ങനെയാ? അത് പമ്പറിടരുത്. കണ്ണെഴുതുന്ന എങ്ങനെയാ? ഇങ്ങനെ നമ്മളിത് ഇത്ര സാധനങ്ങളായിട്ട് അമ്മച്ചിക്ക് കൊടുക്കണേ, വേറെ ഒന്നല്ല. ഇത് റബ്ബർ ബാൻഡാണ്. ഇത് വെച്ചിട്ട് തലയിൽ എന്ത് വേണമെങ്കിലും വണ്ടർഫുൾ ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാലോ. തലയിൽ ഓരോ മുടിക്ക് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം. അമ്മച്ചിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. പിന്നെ ചീർപ്പ്, പിന്നെ ഇത് ഓലയുടെ ഒരു ക്രീം, പിന്നെ ഒരു ഐലൈനർ, പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ അതേ ഒരു കൺമഷി. ഇത്ര സാധനങ്ങൾ അമ്മച്ചിക്ക് കൊടുക്കണ്ടേ. ലിപ്സ്റ്റിക്കിന്റെ പോലെ നിങ്ങൾ നോക്കണ്ട. ആദ്യം ബേബി എടുത്തിട്ട് ഇതൊരു നല്ല രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര സാധനങ്ങൾ കൊടുക്കണ്ട്. അപ്പൊ അമ്മച്ചിക്ക് ഇന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തൊക്കെ ചെയ്യും നോക്കാലോ. ദേ അമ്മച്ചി സാധനങ്ങളൊക്കെ കൈപ്പറ്റിണ്ട് ട്ടാ. ഇനിയിപ്പോ നമുക്ക് വീഡിയോ എടുത്തരാ ആരും ഇല്ല. അപ്പൊ നമുക്ക് ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യണെങ്കിൽ. ഇത് മിക്കത് ആദം ബേബി ആയിരിക്കും ഇത് മേക്കപ്പ് ചെയ്യാൻ പോണത്. സാധനങ്ങൾ പിന്നെ സെറ്റാക്കി എടുത്തന്നെ. പിന്നെ ഉറങ്ങുന്നത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങുന്നതേ സാധനങ്ങളൊക്കെ എടുത്താ അത് ഇറങ്ങിട്ടാ. തിന്നാനുള്ള സാധനം അല്ലത്. ടൂൾസ് ഒക്കെ കൊണ്ട് അമ്മച്ചി പോണ്ടിട്ടാ. ഇത് നമ്മളൊരു ചെപ്പിലാക്കി. ഇത് കാണുമ്പോ വലിയ ചെപ്പ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നിന്റെ അടപ്പനൊക്കെ ലിപ്സ്റ്റിക്കിന്റെ അടപ്പനോ ആദ്യം ബേബി കാട്ടി കളഞ്ഞൂല്ലേ? എന്തൊരു കാണിക്കണേ. ഇപ്പൊ നമുക്ക് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പൊ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാൻ പോവാ. അപ്പൊ ഞാനിവിടെ ഇരിക്കാൻ പോവാണ്. അപ്പൊ അമ്മച്ചി ഇനിയിപ്പോ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആദ്യം ബേബി എടുത്തിട്ടുണ്ട്. അമ്മച്ചി എവിടെ തുടങ്ങണേ? തലേന്നല്ല സ്റ്റാർട്ടിങ് ചെയ്യാം. ഇതിന്റെ തലയിലൊക്കെ ആ കൂന്തലില് നിറച്ചും മറ്റേ ചെടകളുണ്ട്. ആയാതോ അങ്ങനെ തല ചീപ്പുതാ ചീർപ്പ് കൊടുക്ക്. ചീർപ്പ് ഇത് മറ്റേ നക്ഷത്രത്തിലൊക്കെ ഒരു സിനിമയുടെ അമ്മച്ചി ബോഡി ഗാർഡ്. അയ്യോ, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ അങ്ങനെ എന്തോന്നാണ് സിനിമയുടെ പേര്. അതില് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് എണ്ണയെ ഉപയോഗിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പറഞ്ഞില്ല. എങ്ങടെ പോണോ? ഇങ്ങോട്ട് കൊണ്ടാകാം. കാണുമ്പോൾ എനിക്ക് തോന്നും കുറെ മുടി ഉണ്ടെന്ന്. പക്ഷെ അത് തെറ്റിദ്ധാരണയാണ്. മുടിയില് ഉള്ള സാധനങ്ങൾ മുടി വേണ്ടതുണ്ടായോ? പൊളിക്കല്ലേ. ഇങ്ങോട്ട് കൊണ്ടാ. ഇവിടെ വെക്കും. ഇവിടെ സെറ്റ് ചെയ്യുമ്പോ അമ്മാവയ്ക്ക് ഓരോ സാധനങ്ങൾ പറയുമ്പോൾ എടുത്ത് കൊടുക്കട്ടെ. അതാ ഓക്കെ. അമ്മച്ചി പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അല്ലേ UKG ഇതിന്റെ മുടി ഉണ്ടായിട്ട് എനിക്ക് അതിന്റെ മുടി വെട്ടാൻ അമ്മച്ചി സമ്മതിക്കാറില്ല കേട്ടാ. അമ്മച്ചി വെട്ടിയിട്ടില്ല. ഇപ്പൊ പിള്ളേരുകളൊക്കെ പെട്ടെന്ന് മുടി കട്ട് ചെയ്ത് കളയും. പക്ഷെ അമ്മച്ചി മുടി വെട്ടിപ്പിക്കാറില്ല. അതുകൊണ്ട് മുടി ദൈവമേ പഴയ ഓർമ്മയിലേക്ക് റബ്ബർ ബാൻഡ് ഇതിനാണ് ആദ്യം ബേബിയുടെ. അമ്മച്ചി എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മച്ചിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വാകച്ചില് ശരിയായിട്ടില്ല അമ്മച്ചിയുടെ.
അതാണ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാണില്ല കേട്ടോ. അമ്മച്ചിയുടെ ബാക്ക് കാണുള്ളൂ. മനസ്സിലായി. ഞാൻ ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് അല്ലേ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയതാ. വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇവൾക്ക് 10ാം ക്ലാസ് വരെ ഞാനിങ്ങനെ 2 വയസ്സും കെട്ടി കണ്ണെഴുതി പൊട്ടുകുത്തി റിബൺ കെട്ടി. അത് സ്കൂളിൽ നിർബന്ധമല്ല. മുന്നൊക്കെ 2 വയസ്സിന് കെട്ടി ഇപ്പോഴും നിർബന്ധമൊന്നും റിബണും മാറും കെട്ടണമെങ്കിൽ സ്കൂളിലേക്ക് പിന്നെ പോയിട്ട് അല്ല ബസ്സിലൊക്കെ പോകുമ്പോൾ പിള്ളേരെ അമ്മച്ചി ബസ്സിൽ പോവാറുണ്ട്. ആ ബസ്സിൽ വല്ലപ്പോഴും ഞാൻ പോകുന്നുണ്ട്. അതുമാത്രം തന്നെ ഉണ്ട്. അരവപ്പന്നെ ഉണ്ട്. അമ്മച്ചി ഇങ്ങനെ ഇങ്ങനെ കെട്ടാൻ അല്ലെങ്കിൽ മെടഞ്ഞിടാനാ? ഇങ്ങനെ മെടഞ്ഞ് 2 ദിവസത്ത് മെടഞ്ഞു പിന്നെ കെട്ടാറ് 4 കടച്ചില് പടയാറ് അമ്മച്ചിക്ക്. മനസ്സിലൊന്നും പറയാനായിട്ട്. ഓ 4 കടച്ചില് പടയാൻ അറിയില്ല. എവിടെ ഞാൻ മെടഞ്ഞിട്ടുള്ള എന്ത് ഒരു പ്രാവശ്യം സ്റ്റെപ്പി കണ്ട് മറ്റേ യൂട്യൂബിൽ നോക്കിട്ട് 4 കടച്ചില് മെടഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞ എന്റെ ഇങ്ങനെ എടുത്ത് 4 കടച്ചില് പറഞ്ഞു. എനിക്ക് മടയാൻ അറിയില്ല, മെടയാൻ അറിയില്ല. എക്സ്പേർട്ടാണ് റബ്ബർ ബാൻഡ് വേണ്ടെന്ന്. റബ്ബർ ബാൻഡ് കെട്ടി അല്ലെങ്കിൽ ഇത് ഊരിപ്പോയില്ലേ? ആദ്യമേബി കണ്ടപ്പോ ആദ്യമേബി സുഖമായി. 2 സൈഡിൽ ഇത് ഇങ്ങനെ വലിക്കാൻ സുഖമായി. അതാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അമ്മേനെ പിന്നെ കാണിക്കണം. കൊച്ചിങ്ങനെ ചിരി പറഞ്ഞു. ഇടന്ന് അമ്മേനെ പിന്നെ കാണിക്കണം. അയ്യോ അമ്മയുടെ ഇതൊരു സാധനം. അമ്മയുടെ ഇങ്ങനെ 2 സൈഡിലെ വലിക്കാൻ സുഖാനത്തിന്. ആ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ മമ്മിക്ക് ടൂൾസ് അത് എടുക്കാറായിട്ടില്ല. അത് നെക്സ്റ്റ് റബ്ബർ ബാൻഡ് തലയിൽ ഇടാനുള്ളത് എടുത്തിടണം. അതല്ല കാലത്ത് നല്ല സ്കൂളിൽ പോണ സമയത്ത് ഒരു മേള നിങ്ങളുടെ തലകെട്ടുകള് ഓറാശം കെട്ടിയിരുന്നു. അത് ശരിയായില്ല. പിന്നെ എനിക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോ ഞാൻ മുഖത്ത് ഞാൻ ലാസ്റ്റ് കണ്ണാടിയിൽ നോക്കണോളൂ. അവളെ വാങ്ങൂലി അങ്ങോട്ട് തുടങ്ങും. പിന്നെ അത് അഴിക്കും. പിന്നെ തല്ലാവും, നൊലോളിയാവും. വാങ്ങൂലിയോ? നൊലോളി ഇപ്പൊ നിങ്ങൾ കണ്ടോ ഈ വാങ്ങച്ചല് ശരിയാണെന്ന് നിങ്ങൾ ചെരിച്ചാ? ഇത് ചെരിച്ചുള്ള കാര്യമല്ല, വേറെ ഏതോ ദിശയിലേക്ക് റോഡ് പോയിക്കണോണ്ട് ഞാൻ എടുത്തിട്ടാണെങ്കിൽ പുത്രമായെടുത്തിട്ടാ എടുത്തോ. അതെ സാധനങ്ങൾ എടുത്തത് എന്റെ മോൾ ഭയങ്കര ഉത്തരവാദിത്തം. അതേ സാധനങ്ങൾ എടുത്തോണ്ടിട്ടോ. അവിടെ നോക്കിട്ടാ സംഭവം ചെയ്യുന്ന മാമ. ദൈവമേ പൊട്ടിച്ചിട്ടില്ല, എറിയണുള്ളൂ. ഇങ്ങോട്ട് വാ. ഹായ് ഇത് നോക്കിട്ട് കൈ. നോക്കിയാതോ ഞാൻ പഠിപ്പോ നിങ്ങനെ ആദ്യത്തിന് പ്രേതം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാറുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതൊരു സംഭവം. അത് ഓലയുടെ വെറുതെ ഒരു മോയിസ്ചർ ക്രീം. ഞാൻ അധികം മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാത്ത. ഞാൻ അധികം ഒന്നും ഉപയോഗിക്കാറില്ല മേക്കപ്പ് ഐറ്റംസ്. അത് തൊടിയില്ല അമ്മച്ചി. അമ്മയുടെ മുഖത്ത് തേച്ചെന്നെ ലിപ്സ്റ്റിക് ഇവിടെ എല്ലാവരും തേക്കി. സെറ്റ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്നിട്ടാ വേണമെങ്കിൽ എടുത്തോ. കൺമഷിയോട്ട് കണ്ടെയ്തുണ്ട്. അതുണ്ട് ഐലൈനർ. അത് വേറെ ഇല്ല. ഒക്കെ എഴുതിക്കോ. പണ്ട് പഴയ കാലത്തേക്ക് നമ്മൾ പോവാണല്ലോ. കൊച്ചിനെ എഴുതുന്നത്. കൊച്ചിന് ക്രീം എടുക്കാനാ.
അതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം അതിന് അതല്ല അമ്മച്ചി ക്രീം തുറന്നു കൊടുത്തു. ഇപ്പൊ അവര് ക്രീം തുറക്കണം. അമ്മയുടെ കണ്ണെഴുതിട്ടാ ഇനി എന്ത് ചെയ്യാ? ഇനി അമ്മേനെ ഐലൈനർ നിങ്ങൾ ഇങ്ങനെ നീറ്റ് ചെയ്തിക്കോ. വാലിട്ട് വാലൊടിക്കുന്നു പോട്ടെ. വാലല്ല ഐലൈനർ ഇങ്ങനെ പോകുന്നോട്ടെ. മോനെ മോനെ ഇങ്ങനെ വാടാ കുട്ട ഇവിടെ 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 വാടാ. അതെ ഇവിടെ നിൽക്കടാ. ഞാൻ കണ്ണടക്കുമ്പോ ആദ്യം കേട്ടോ കേട്ടാ ഇപ്പൊ കരി പോകുന്നത് കൂടി അവരെ കത്താറ്. എനിക്കറിയില്ലേട്ടാ എങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ എഴുതണ കാണുമ്പോ നമ്മള് എഴുതേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ. അതുകൊണ്ട് വേറെ ഡയറക്ഷനിലേക്ക് പോകണമെന്ന് നമുക്കറിയാം. നിശബ്ദത എനിക്കറിയില്ല വേറൊരാളെ കണ്ണീലായിട്ടില്ല. കണ്ണീന്റെ പുറത്തായിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോന്ന് എനിക്കറിയില്ല. അതെ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ. അതെ 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 കൺമിഷി ഒന്ന് ചെയ്തതാ. ബയോ ലിപ്സ്റ്റിക് എവിടെയാ കിട്ടുന്നേ? പൊട്ടൊന്നും തുറന്നില്ലേ? വാടോടി ഇരുന്നേ. നമ്മള് ഫോൺ അവിടെ വെച്ചിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടിട്ട് പോണ അത് തുറന്നോ? അതല്ല കയ്യാല് തട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഭാഗ്യം കുറച്ച് സാധനങ്ങൾ കൊടുത്തത് നല്ല വൃത്തിയാക്കി തന്നെ. ഗോപിപ്പൊട്ടാണോ? ആദം അമ്മാമ ഗോപിപ്പൊട്ട് നോക്കി ആദം കൊണ്ട് നോക്കണമെങ്കിൽ ഈ അമ്മാമ ഈ കാണിക്കുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ മേക്കപ്പ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഫോൺ ഇവിടെ വെച്ചേക്കണ വേണ്ട. നിങ്ങൾ നോക്കട്ടെ ഗൈസ് എങ്ങനെയുണ്ടെന്ന്. എന്റെ മേക്കപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോണ്ട് അമ്മച്ചിയുടെ കഴിവിനെ നമ്മൾ പ്രശംസിക്കണല്ലോ. ആർട്ടിസ്റ്റ് ഇനി വേറെ സിന്ദൂരം തുറന്നുണ്ടാ? സിന്ദൂരം തരാലോ. ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പൊ എന്തായാലും വൃത്തികേടായിട്ടില്ലല്ലോ. കുറച്ചുകൂടി വൃത്തികേടാക്കണം. ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കേണ്ടതായിരുന്നല്ലേ? അപ്പൊ നമ്മുടെ മേക്കോ
ഷൈൻ്റെ. ഞാൻ കണ്ണാടി പോയി ഒന്ന് നോക്കട്ടെ കേട്ടാ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയി നോക്കട്ടെ. ഒന്നും ശരിയായിട്ടില്ല. ഈ ക്യാമറ വെച്ച് പിടിച്ചത് നോക്കട്ടെ കേട്ടാ. ഞാൻ പോയി നോക്കിട്ടെ. ഇതൊന്നും ശരിയായിട്ടില്ല. ഐസ് എങ്ങനെയുണ്ട് എന്റെ മുഖം, എന്റെ മേക്ക് ഓവർ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ പോട്ടെ. മിററിൽ പോയി നോക്കട്ടെ. ഒന്നും ശരിയായിട്ടില്ല, ഒക്കെ കൊളായി. മിററിൽ പോയി നോക്കുമ്പോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ലിപ്സ്റ്റിക് ഒക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട്. ആകെ ശരിയായിട്ടുണ്ട്. പുലി കഴിഞ്ഞാലും ഓ ശരി. വേറെ ശരിയായിട്ടില്ലേ? കണ്ണോ അതൊക്കെ ശരിയായിട്ടില്ല. തൂക്കത്തിലോ അറിയില്ല. ഇത് മറ്റേ കുറച്ച് ലിപ്സ്റ്റിക് എടുത്ത് ഇവിടെയൊക്കെ തേച്ചാലോ? അപ്പൊ ആകെ തൂക്കത്തിലോ. ശരി കഥകളിക്ക് പോണോന്ന് പോലെ ഇട്ടത് എനിക്ക് തോന്നണ. ഞാൻ പോയി കാരണം നമുക്ക് ഐലൈനർ എഴുതുമ്പോ നമ്മൾ കണ്ണിന്റെ മുകളിൽ കൂടെ നമുക്ക് എഴുതുമ്പോ നമുക്കറിയാം ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. പക്ഷെ നമുക്ക് ഐലൈനറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉൾക്കുന്നവരെ എഴുതി കൊടുത്തല്ലേ. ഐലൈനർ ഒക്കെ എന്റെ കൈമ കൂടെ പറഞ്ഞിട്ടുണ്ട്. കൺമഷിക്ക് ഞാൻ എഴുതി പോയി നോക്കാം. ഞാൻ വന്ന പിന്നെ അമ്മച്ചി വരുന്നുണ്ട്, ക്യാമറ ഉണ്ട്. കൺമഷി അല്ല, ആകെ ഞാൻ കണ്ണെഴുതാറ് കൺമഷിക്ക് മാത്രം. നല്ല ഭംഗി, നല്ല ഭംഗിണ്ട് കാണുമ്പോ. ഭർത്താവിനെ കാണിച്ചു കൊടുക്കണം. അമ്മച്ചിയുടെ കാര്യം കൊള്ളാട്ട, അടിപൊളിയായിട്ടുണ്ട്. ആ ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുത്തിട്ടേട്ടാ. ഭർത്താവ് അല്ലെങ്കിൽ മറ്റേ വിഷമാവില്ല, ആൾക്ക് സങ്കടം പാടില്ലല്ലോ. ഭാര്യ മേക്കപ്പ് ചെയ്തേക്കുന്നത്, അമ്മായിമ്മ എങ്ങനെ മേക്കപ്പ് ചെയ്തേക്കുന്നത് കാണിച്ചു കൊടുക്കണം. മിക്കതിരുന്ന് ചിരിക്കും. എണീറ്റിട്ടുണ്ടായിന്. എന്റെ ഫോണിക്ക് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എടുക്കുമ്പോ തന്നെ കാണിച്ചു കൊടുക്കണം. 2 മിനിറ്റ് കഴിയട്ടെ, എടുക്കും നോക്കട്ടെ. മിക്കത് ആളെ വിളിക്കുമ്പോ എടുക്കില്ല. ഫോൺ അവിടെ വെച്ച് പോയിന്ന് പറഞ്ഞു ചേട്ടൻ. എന്തിട്ടൊക്കെ തിന്നണ അതാ ഇവിടെ കിടക്കണ മേക്കപ്പ് സെറ്റും മറ്റേ ക്ലിപ്പ് സാധനങ്ങള് ഒക്കെ പറക്കിതേ കൊണ്ട് നടക്കണ്ടിട്ടാ. എടുക്കണില്ല. ആവശ്യം നേരത്തെ എന്റെ ഭർത്താവിനെ വിളിച്ച എന്താന്നറിയില്ല, എടുക്കില്ല. ഒന്നുകൂടി വിളിക്കും. എടുക്കണ ബെല്ലടിക്കുന്നുണ്ട്. അമ്മച്ചിയുടെ മേക്കപ്പ്, അമ്മച്ചിയുടെ മറ്റേ ആസാനം ബ്യൂട്ടീസുകാരനെ ആക്കണം. മേക്കപ്പ് കൂടിയ ചേട്ടാന്ന് ചോദിക്കണല്ലേ, ആ ചോദിക്കാൻ വേണ്ടിട്ട് വിളിക്കണേ. മേക്കപ്പ് കുറച്ച് കൂടിയ ചേട്ടാന്ന് അറിയാൻ വേണ്ടിട്ട്. വാവ്, മുടി എന്തോരം മുടി ഉണ്ടായതല്ലേ, വൃത്തിയേടായി. അമ്മയുടെ മേക്കപ്പ് എങ്ങനെയുണ്ട്? അമ്മാമ്മ എങ്ങനെ പൊട്ടുകുത്തി പൊട്ട്? അമ്മാമ്മ എങ്ങനെ പൊട്ടുകുത്തിയെന്ന് കാണിക്കേ. നോക്കാതോ കൊച്ചിനെ ചിരി പറഞ്ഞു. എങ്ങനെയുണ്ട് അമ്മയുടെ പൊത്തുന്നിട്ടിട്ട്? അമ്മാമ്മ മേക്കപ്പ് ചെയ്തിട്ട് അമ്മാമ്മ പറയുന്ന ചാന്ത് പൊട്ടിൽ എന്നിട്ടാണ് ദിലീപിന്റെ പറയുന്നത്. അത് കുറച്ചുകൂടി വൃത്തിയുണ്ട്. കൊച്ചിന് മേക്കപ്പ് ചെയ്യണ? എന്റെ മോന് മേക്കപ്പ് ചെയ്യണ? അപ്പൊ അമ്മച്ചിനെ ഞാൻ മേക്കപ്പിസ്റ്റായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ആർക്കും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞോ ഇവന്റെ ഒരു ഇതുണ്ടിട്ടാ. അപ്പാപ്പാക്കി നേരെ വെളുക്കുമ്പോ തുടങ്ങി പറയുന്ന അപ്പാപ്പാക്കി. അമ്മാമ്മയുടെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറയാ അപ്പാപ്പാക്കി അക്കി അക്കി ചിക്കൻ മീമി എച്ചി അതന്നെ പാപ്പം. ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. 2 ഒക്കെ 2 വേണം. അമ്മയുടെ ചുണ്ടത്ത് ചെക്കടിന്റെ തൊണ്ടത്ത് വെച്ചേ ഒരു കവളത്തോട് എനിക്ക് ഒരു മുട്ട് തരാം. അപ്പൊ ആദ്യമേ ഇവിടെ നെറ്റത്ത് കൺമഷിയോളൂ. ഭർത്താവ് വിളിക്കുന്നുണ്ട്. നേരത്തെ വിളിച്ച് പിടുത്തില്ല കേട്ടാ. ഓണല്ലേ വീഡിയോ. ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. വേണ്ട അപ്പൊ ഇത് നോക്ക്. അവനെങ്ങോട്ട് തിരിക്കുന്ന സ്ക്രീൻഷോട്ട് മറ്റേ ഷർട്ടും തേങ്ങിട്ടിട്ടില്ല. വീഡിയോ എടുക്കണ്ട്. വീഡിയോ എങ്ങനെയുണ്ട്? മേക്കപ്പ് കൂടിയ ചേട്ടൻ ഭാര്യ എത്ര ഭംഗിയിൽ ഇതുവരെ കണ്ടിട്ടില്ല ഭർത്താവ്. ആദ്യത്തിലൊരു ചിരി വന്ന്
രണ്ട് സൈഡിലും മുടി പറിച്ച് വലിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമേ കഴിഞ്ഞു. വീഡിയോ എടുത്തോണ്ടിരിക്കുക. ശരിയെന്നാ, ഞാൻ മോനെ കാണിക്കാൻ വിളിച്ചതാ. ഈ മേക്കപ്പ് നമുക്ക് റിമൂവ് ചെയ്യണം. മേക്കപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ ഡ്രസ്സിനൊക്കെ ആവാതെയാണ് കൺമഷി സാധനങ്ങള് കാര്യങ്ങളൊക്കെ കളയണം. പഴയ രൂപത്തിൽ പോണുണ്ട് ഇത്. അത് തലത്തേക്കുണ്ടാ അല്ല അങ്ങനെയല്ല, ഇത് ജസ്റ്റ് വെള്ളം തുടച്ച് കഴിഞ്ഞാൽ പോണ്ടത്. കൺമഷി അയ്യാ മറ്റേ പറയാം കണ്ണെഴുതിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടാ. പിന്നെ അങ്ങനെയല്ല, സോറി കണ്ണല്ല, പുരിക ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിന്ദൂരം തൊട്ടേക്ക് നന്നായിട്ടുണ്ട്. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് വേറെ ഇത്തിരി പുറത്തേക്ക് പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മളധികം മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പൊ അമ്മച്ചിക്ക് അത് എന്നിട്ട് പറയാം, അമ്മച്ചി മേക്കപ്പ് അമ്മച്ചി ചെയ്യാറില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണവരാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ ചെയ്തു തന്നെ. ഇപ്പൊ മേക്കപ്പ് ചെയ്യാത്ത കാരണമാണ് ഇങ്ങനെ പോയിട്ടാ. അത് നമ്മളൊരു ഫണ്ണി ആയിട്ട് ചെയ്തതാണ്, വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച്. ഒരു രസം എനിക്ക് പണ്ടത്തെ പോലത്തെ അമ്മച്ചി ഒന്ന് ചെയ്ത് തന്നെ. ഐലൈനർ സാധനങ്ങളൊന്നും അമ്മച്ചി എനിക്ക് ഇതുവരെ എഴുതി തന്നിട്ടില്ല കേട്ടോ. കണ്ണെഴുതി പിരിക നന്നായി അമ്മ ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ണികളെ പിരികെഴുതിക്ക് അമ്മച്ചോട് പറയും. അന്ന് 28-ന് ഞാൻ അമ്മച്ചോട് പറയുക ചെയ്തേ ഉണ്ണിയുടെ പിരിക എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പിന്നെ ഇങ്ങനെ കളയാം. ഇനിയിപ്പോൾ ഞാൻ തുണിയൊക്കെ മുക്കി സംഭവങ്ങളൊക്കെ ഒന്ന് കാട്ടി കളഞ്ഞിട്ട് വരാട്ടാ. ഓക്കെ, നീ അഭിപ്രായം പറയില്ലേ, കാണുന്നവര് അഭിപ്രായം പറയട്ടെ. അപ്പം നിങ്ങൾ കാണുന്നവരെല്ലാവരും അഭിപ്രായം പറയും. നല്ല മറക്കാണ്ട് പറഞ്ഞു കേട്ടോ ഗൈസ്, മറക്കരുതിട്ടാരും. ലിപ്സ്റ്റിക്ക് മുഖത്ത് വരും. ഇവിടെ കൊടുക്ക്, നീ ഇവന് കൊടുക്ക് കേട്ടാ. പാടുകളുണ്ട് മഞ്ഞില്ല കുഞ്ഞുമോട്ട് എത്തണില്ല. കൊച്ചിനെടുക്കണേ, പൊട്ട് കുത്തിയേക്കണ്, കണ്ണെഴുതിയേക്കണ്, ലിപ്സ്റ്റിക് ഇട്ടേക്കണ്, എന്തൊരു കാര്യങ്ങൾ അമ്മ ചെയ്തേക്കണേ. അപ്പൊ നമ്മള് അമ്മച്ചിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാണ്ട് എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട്